ഈ 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തോതിലുള്ള അട്ടിമറികൾ നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൽ കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ പല മണ്ഡലങ്ങളിലും വളരെ കടുത്ത പോരാട്ടം തന്നെയായിരിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. തീർച്ചയായിട്ടും കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിലെ സർവേ റിസൾട്ടുകൾ ഓരോന്നായിട്ട് ഇപ്പോൾ ദേശീയ തലത്തിൽ നിന്ന് തന്നെയുള്ള സർവേ റിസൾട്ടുകൾ പുറത്തു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ എന്തുതരം മാറ്റങ്ങൾ സംഭവിക്കും, കേരളത്തിൽ എന്തുതരം അട്ടിമറികൾ സംഭവിക്കും എന്നുള്ളത് നോക്കേണ്ടത് വളരെയധികം അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായിട്ടും നിലവിലത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ കണ്ണൂരിൽ എന്താണ് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ, അതായത് കേരളത്തിൽ കണ്ണൂരിൽ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ, രാഷ്ട്രീയ സർവേ റിസൾട്ടുകൾ, അതോടൊപ്പം തന്നെ ചില രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ, കണക്കുകളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നതിനും തൊട്ടു മുന്നേ ആയിട്ട് വന്നിരിക്കുന്ന ഈ ഒരു സർവേ റിസൾട്ട് പ്രകാരം കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തളിപ്പറമ്പ്, അഴീക്കോട്, കണ്ണൂർ, ധർമ്മടം, മട്ടന്നൂർ, പേരാവൂർ, പയ്യന്നൂർ, കല്യാശ്ശേരി, തലശ്ശേരി, കൂത്തുപറമ്പ്, ഇരിക്കൂർ ഇവിടങ്ങളിലൊക്കെ തന്നെ സംഭവിക്കുന്ന മാറ്റം എന്താണ് എന്നുള്ളതാണ് നോക്കാനായി പോകുന്നത്. തീർച്ചയായിട്ടും വളരെ വലിയ തോതിലുള്ള അട്ടിമറികൾ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, 2021 കണക്ക് നമുക്ക് നോക്കേണ്ടത് അനിവാര്യമാണ്. 2021 കണക്ക് നോക്കുമ്പോഴത്തേക്കും ഈ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 9 സീറ്റിലും വിജയിച്ചിരിക്കുന്നത് LDF ആണ്. UDF വിജയിച്ചത് 2 സീറ്റുകളിലാണ്. അത് കൃത്യമായി പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. LDFിൻ്റെ ഒരു തേരോട്ടമായിരുന്നു, LDFിൻ്റെ ഒരു തരംഗമായിരുന്നു 2021 കണ്ണൂരിൽ കണ്ടത്. നമുക്കറിയാം, കണ്ണൂർ ഇടതുപക്ഷ ചായ്വുള്ള ഒരു സ്ഥലം. അവിടെ തീർച്ചയായിട്ടും എല്ലാ രീതിയിലുമുള്ള സ്ഥാനാർത്ഥികളെ നോക്കുമ്പോഴത്തേക്കും ഇടതുപക്ഷത്തിന് ഒരു പ്രത്യേക നേട്ടമുണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. അവിടെ 2021 9 സീറ്റുകളിൽ LDF വിജയിച്ച് കയറി. UDFിന് 2 സീറ്റുകൾ മാത്രമേ വിജയിച്ച് കയറാനായിട്ടുള്ളായിരുന്നു. BJPക്ക് സീറ്റുകളൊന്നും തന്നെ കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇത് 2026 വരുമ്പോഴത്തേക്കും എന്ത് മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്? അട്ടിമറി ഉണ്ടാകുമോ? LDFിന് ഒരു തിരിച്ചടി ഉണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ? അവിടെ എന്ത് തരത്തിലുമുള്ള ട്വിസ്റ്റുകളായിരിക്കും UDF പ്രയോഗിക്കാൻ പോകുന്നത്? അത് വിജയിക്കുമോ? BJPക്ക് എന്തെങ്കിലും തരത്തിലുള്ള നേട്ടം കണ്ണൂർ ഏതെങ്കിലും മണ്ഡലങ്ങൾ ഉണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ള നിരവധി ചോദ്യങ്ങൾ നിലനിൽക്കുന്നു. തീർച്ചയായിട്ടും സർവേ റിസൾട്ടുകൾ നോക്കണം. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ കണക്കുകൾ ഏത് തരത്തിലാണ് എന്ന് നോക്കണം. നമുക്ക് ഓരോ സ്ഥലങ്ങളായിട്ട് തന്നെ നോക്കാം. തളിപ്പറമ്പ് തൊട്ട് തന്നെ തുടങ്ങാം. തളിപ്പറമ്പ് നിലവിൽ LDF ആണ്, LDF സീറ്റാണ്. ആ സീറ്റ് സർവേ റിസൾട്ട് പ്രകാരം LDF നിലനിർത്താനായിട്ടുള്ള സാധ്യതയാണ് കൂടുതലായി കാണുന്നത് എന്ന് തന്നെയാണ് ഈ ഒരു സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. അതായത് LDFിൻ്റെ കൈവശമായിരിക്കാം ആ സീറ്റ് നിലനിൽക്കുക എന്നുള്ളതാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. പക്ഷേ വോട്ടുകൾ LDFിന് കുറയാനായിട്ടുള്ള സാധ്യത കാണുന്നു. UDFിന് നേരിയ തോതിൽ വോട്ട് വർദ്ധിക്കാനും സാധ്യത കാണുന്നു. പക്ഷേ ആ സീറ്റ് നിലവിലത്തെ സാഹചര്യത്തിൽ LDF നിലനിർത്താനാണ് സാധ്യത കാണുന്നത്. ഇനി അഴീക്കോടിലേക്ക് വരുമ്പോഴത്തേക്കും നിലവിൽ LDF ആണ്, പക്ഷേ ആ സീറ്റ് ഒരു 50-50 ചാൻസ് ആയിട്ട് കാണുന്നു. അതായത് UDFിനും വിജയസാധ്യത നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. BJP വോട്ടുകൾ, അതായത് BJPക്ക് നിലവിൽ അവിടെ 15,000-ൽ കൂടുതൽ വോട്ടുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. BJP വോട്ടുകൾ നിർണായകമാകുമെന്നുള്ളതും മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ LDF UDF തമ്മിലുള്ള ഒരു ടൈറ്റ് ഫൈറ്റ് ആയിട്ട് കാര്യങ്ങൾ മാറാനും അവിടെ ഒരു 50-50 ചാൻസ് ആയിട്ട് നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതും കണക്കുകൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി കണ്ണൂരിലേക്ക് വരുമ്പോഴത്തേക്കും കണ്ണൂർ നിലവിൽ LDF ആണ്. അതും UDFിലേക്ക് പോകാനായിട്ടുള്ള സാധ്യത നിലവിലത്തെ സാഹചര്യത്തിൽ കാണുന്നുണ്ട്. BJP വോട്ടുകൾ അവിടെ നിർണായകമാവും. 12,000-ലധികം വോട്ടുകൾ BJPക്ക് അവിടെ നിലവിലത്തെ സാഹചര്യത്തിലുണ്ട്. ഒരു 50-50 ചാൻസ് അവിടെയും നിലനിൽക്കുന്നു. അവിടെയും UDFിന് വിജയസാധ്യത നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. ഇനി ധർമ്മടത്തേക്ക് വരുമ്പോഴത്തേക്കും അത് LDF സീറ്റാണ്. അതിലൊരു മാറ്റവും സംഭവിക്കത്തില്ല എന്ന് തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. LDFിൻ്റെ കൈവശം തന്നെയായിരിക്കും ആ സീറ്റുകൾ. പക്ഷേ വോട്ട് നോക്കുമ്പോഴത്തേക്കും വോട്ടുകൾ കുറയാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. നേരിയ തോതിലെങ്കിലും വോട്ട് കുറവ് സംഭവിക്കാനായിട്ടുള്ള, ഭൂരിപക്ഷത്തിൽ കുറവ് സംഭവിക്കാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് വിജയിച്ചാൽ. അവിടെ UDFിനും അതോടൊപ്പം തന്നെ BJPക്കും വോട്ടുകളുടെ കാര്യത്തിൽ നേരിയ തോതിലുള്ള വർധനവ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കാണുന്നു. പക്ഷേ LDF തന്നെയായിരിക്കും അവിടെ വിജയിക്കുക എന്നുള്ളത് കൃത്യമായി പറയുന്നു സർവേ. ഇനി മട്ടന്നൂരിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ LDF ആണ് നിലവിൽ. അത് LDF തന്നെ നിലനിർത്താൻ തന്നെയാണ് സാധ്യത ഏറ്റവും കൂടുതൽ കാണുന്നതെന്ന് പറയുന്നത്. ഇനി പേരാവൂരിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ UDF സീറ്റാണ്. അത് UDF നിലനിർത്താനാണ് സാധ്യത കാണുന്നത്. ഇനി പയ്യന്നൂരിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ നിലവിൽ LDF ആണ്. ആ സീറ്റ് LDF നിലനിർത്താനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കം LDFിന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്.
ഇനി കല്യാശ്ശേരിയിലേക്ക് വരുമ്പോഴത്തേക്കും അത് നിലവിൽ LDF സീറ്റാണ്. അത് LDF നിലനിർത്താനായിട്ടുള്ള സാധ്യതയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ കാണുന്നതെന്ന് പറയുന്നു. തലശ്ശേരിയിലേക്ക് വരുമ്പോഴത്തേക്കും അത് നിലവിൽ LDF സീറ്റാണ്. ആ സീറ്റും LDF നിലനിർത്താനായിട്ടുള്ള സാധ്യത നിലവിലത്തെ സാഹചര്യത്തിൽ കാണുന്നു. ഇനി കൂത്തുപറമ്പിലേക്ക് വരുമ്പോഴത്തേക്കും അത് നിലവിൽ LDF സീറ്റാണ്. പക്ഷേ അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാനും ഒരു അട്ടിമറി സാധ്യതയും അവിടെ നിലനിൽക്കുന്നുണ്ട്. BJP വോട്ടുകൾ നിർണായകമാവും. കാരണം BJPക്ക് അവിടെ 22,000-ൽ കൂടുതൽ വോട്ടുകളുള്ള ഒരു സ്ഥലമാണ് കൂത്തുപറമ്പ്. അവിടെ തീർച്ചയായിട്ടും BJP, UDF, LDF വോട്ടുകൾ വളരെയധികം നിർണായകമായി മാറുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറും. അവിടെ UDFന് നേരിയ തോതിലുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. എങ്കിൽ പോലും അവിടെ ഒരു പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത്. ഇനി ഇരിക്കൂറിലേക്ക് വരുമ്പോഴത്തേക്കും നിലവിൽ അത് UDF സീറ്റാണ്. ആ സീറ്റ് UDF നിലനിർത്താനാണ് സാധ്യത കൂടുതലായി നിലവിലത്തെ സാഹചര്യത്തിൽ കാണുന്നതെന്ന് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നു. ഇനി മൊത്തത്തിലുള്ള കണക്ക് നോക്കുമ്പോഴത്തേക്കും, അതായത് ഈ ഒരു 11 നിയമസഭാ മണ്ഡലങ്ങൾ നോക്കുമ്പോഴത്തേക്കും തളിപ്പറമ്പ്, അഴീക്കോട്, കണ്ണൂർ, ധർമ്മടം, മട്ടന്നൂർ, പേരാവൂർ, പയ്യന്നൂർ, കല്യാശ്ശേരി, തലശ്ശേരി, കൂത്തുപറമ്പ്, ഇരിക്കൂർ ഇവിടങ്ങളിലൊക്കെ തന്നെ നോക്കുമ്പോഴത്തേക്കും ഇവിടെ LDFന് 2021 കിട്ടിയ സീറ്റുകൾ LDFന് 9-ഉം UDFന് 2-ഉമായിരുന്നു. പക്ഷേ ഇത് 2026-ലേക്ക് വരുമ്പോഴത്തേക്കും LDFന് സീറ്റ് കുറയുമെന്ന് തന്നെയാണ് വ്യക്തമായി സർവേ റിസൾട്ട് പറയുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് UDFന് സീറ്റ് കൂടും, LDFന് സീറ്റ് കുറയുമെന്ന് തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതിൽ എത്രത്തോളമാണ് കുറയാൻ പോകുന്നത് ആ ഒരു കണക്ക് നോക്കുമ്പോഴത്തേക്കും മാക്സിമം പോയി കഴിഞ്ഞാൽ, അതായത് LDFന് മാക്സിമം പോയി കഴിഞ്ഞാൽ 6-7 സീറ്റുകൾ എന്നുള്ള തരത്തിലേക്ക് മാറും. മാക്സിമം പോയി കഴിഞ്ഞാൽ 6-7 സീറ്റുകളിൽ നിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. UDFനെ സംബന്ധിച്ചിടത്തോളം മാക്സിമം പോയി കഴിഞ്ഞാൽ 4-5 സീറ്റുകൾ എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറും. അതായത് UDFന് സീറ്റുകൾ കൂടുകയും LDFന് സീറ്റുകൾ കുറയുകയും ചെയ്യും. അതായത് LDFന് 2021 9 സീറ്റുകൾ ഉണ്ടായിരുന്നു, UDFന് 2 സീറ്റുകൾ ഉണ്ടായിരുന്നു. അതാണ് കുറഞ്ഞ് 6-7ലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത്. UDFന് അത് 2-ൽ നിന്നും 4-5ലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാനുള്ള സാധ്യത കാണുന്നു. ഇവിടെ BJPക്ക് സീറ്റുകളൊന്നും തന്നെ കണ്ണൂർ പറഞ്ഞിട്ടില്ല. പക്ഷേ ചിലയിടങ്ങളിലൊക്കെ തന്നെ വോട്ട് ശതമാനം കൂടാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് എന്ന് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നു. ചിലയിടങ്ങളിലൊക്കെ തന്നെ UDF LDF ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന ഇടങ്ങളിലൊക്കെ തന്നെയും BJP വോട്ടുകൾ നിർണായകമാവാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നും സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത് പ്രകാരം LDFന് ഒരു തിരിച്ചടിയും UDFന് ഒരു നേട്ടവുമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വലിയ തോതിലുള്ള ഒരു തിരിച്ചടിയല്ല. പക്ഷേ സീറ്റുകളുടെ കാര്യത്തിൽ LDFന് സീറ്റ് കുറയാനായിട്ട് സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ തന്നെയും LDFന് തന്നെയാണ് മുൻതൂക്കം നൽകിയിരിക്കുന്നതെന്നും എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു സർവേ റിസൾട്ട് മാത്രമാണ്. ഒരു റിയൽ ആയിട്ടുള്ള ഒരു ജനവിധി എന്താണ് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ജനങ്ങൾ വിധി എഴുതുന്നത് എന്താണ്, അത് LDFന് തന്നെ അനുകൂലമാകുമോ, 2021 കിട്ടിയ ആ ഒരു നേട്ടം തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്ന തരത്തിലോട്ട് LDF കാര്യങ്ങൾ മാറ്റുമോ, അതല്ല ഈ പറയുന്ന രീതിയിൽ സർവേ റിസൾട്ട് പോലെ തന്നെ സർവേ റിസൾട്ട് കണക്ക് തന്നെ UDFന് ഒരു നേട്ടമുണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ടത് നിലവിലത്തെ സാഹചര്യത്തിൽ അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്.